ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ, ഭീതിതമായ അന്തരീക്ഷങ്ങൾ, സംഭവവികാസങ്ങൾ ഒക്കെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു, സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഉക്രൈൻ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വലിയ ആക്രമണം നടത്താൻ ശ്രമിച്ചതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 35,000 അടിയിലൂടെ പാഞ്ഞെത്തി തലങ്ങും പിലങ്ങും പറന്ന് ഉക്രൈന്റെ ഡ്രോണുകൾ റഷ്യയുടെ മോസ്കോയുടെ ആകാശത്ത് വലിയ ഭീതി ജനിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങി ആളുകൾ പരിഭ്രാന്തിയിൽ ചിതറിയോടി. റഷ്യയിലെ 4 വിമാനത്താവളങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഉക്രൈന്റെ ഈ ഒരു ശക്തമായ തിരിച്ചടിയിൽ റഷ്യ ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മോസ്കോയിലെ 4 പ്രമുഖ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. വ്യോമപാതയിലൂടെ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നടപടി. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡസൻ കണക്കിന് യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. മോസ്കോയ്ക്ക് നേരെ പാഞ്ഞെടുത്ത 59 ഡ്രോണുകൾ തകർത്തതായി മോസ്കോ മേയർ അറിയിക്കുന്നുണ്ട്. ഏകദേശം 35,000 അടി ഉയരത്തിലൂടെ പറന്നെത്തിയ ഉക്രൈൻ ഡ്രോണുകൾ മോസ്കോയിൽ ആകെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ ശക്തമാകുന്നതിനിടയിലാണ് മോസ്കോയെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം. കഴിഞ്ഞ ശനിയാഴ്ചയും സമാനമായ രീതിയിൽ ഡ്രോൺ ആക്രമണ ഭീഷണിയെ തുടർന്ന് ചില വിമാനത്താവളങ്ങൾ റഷ്യ അടച്ചിട്ടിരുന്നു. മോസ്കോയ്ക്ക് പുറമെ റഷ്യയുടെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും യുക്രൈൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി റഷ്യയുടെ നിയന്ത്രണത്തിൽ ഉള്ള ക്രിമിയ എന്ന പ്രദേശത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈൻ നടത്തിയത്. ഏതാനും പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. 28ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഉക്രൈൻ ആസൂത്രിതമായി ആക്രമണം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് റഷ്യയുടെ തെക്കൻ പ്രവിശ്യകളിൽ കടുത്ത ഇന്ധനക്ഷാമം നേരിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3000-ലധികം കിലോമീറ്റർ ദൂരപരിധിയുള്ളതും റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ കൃത്യമായി ആക്രമണം നടത്താൻ ശേഷിയുള്ളതുമായ ദീർഘദൂര ഡ്രോണുകൾ തങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മോസ്കോയെ ഞെട്ടിച്ചുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം റഷ്യ ഉക്രൈൻ വിഷയത്തിലൊക്കെ തന്നെ പലവട്ടം ഇടപെട്ടതാണ്. അമേരിക്ക ഇടപെട്ടതാണ്, മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടതാണ്. പക്ഷേ സംഘർഷത്തിന് ഒരു കാലഘട്ടത്തിൽ ചെറിയ അയവ് വന്നിരുന്നു. എങ്കിലും ഏതാനും 10-12 ദിവസങ്ങളായി വിവിധ മേഖലകളിൽ, റഷ്യയുടെ വിവിധ മേഖലകളിൽ യുക്രൈന്റെ ആക്രമണം തുടരുകയാണ്. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. ഉക്രൈൻ എന്ന രാജ്യം പണ്ട് USSRന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു സ്വതന്ത്ര രാജ്യമായി മാറുകയായിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം, പ്രതിസന്ധിയും ഒക്കെ തന്നെ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പലപ്പോഴായി അന്താരാഷ്ട്ര സമൂഹം എടുത്തിരുന്നു. പക്ഷേ അതൊക്കെ പാളിപ്പോവുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആക്രമണ ഭീഷണിയിലേക്ക് മോസ്കോ, റഷ്യയുടെ തലസ്ഥാനം, എത്തുകയാണ്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. അപായ സൈറണുകൾ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്നു. എന്ത് സംഭവിക്കും മോസ്കോയ്ക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായി മറുപടി പറയാനാകില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ വാർത്തകൾ, വിശകലനങ്ങളൊക്കെ തന്നെ നിറയുകയാണ്. യുദ്ധഭീതിയിൽ മോസ്കോ എത്തി നിൽക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു.